ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിന്റെ ഈ നീക്കം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് CPM പാഠം പഠിക്കുന്നില്ല എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ നീക്കമെന്നും പ്രതിപക്ഷ നേതാവ് പറവൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ നീക്കം സർക്കാർ നടത്തുകയാണ്. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്ന 3 പ്രതികളെ കൂടിയാണ് ജയിൽ നിയമങ്ങളെയും ഹൈക്കോടതി വിധിയെയും ലംഘിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തുന്നത്. ഇത് സംബന്ധിച്ച ജയിൽ വകുപ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകനായ ടി.പി. ചന്ദ്രശേഖരനെ ക്രൂരമായി 51 വെട്ടുവെട്ടിക്കൊന്ന ക്രിമിനലുകളായ ആളുകളെയാണ് ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിയമസഭയിൽ ചോദിച്ചിട്ട് പോലും കെ രമ, ചന്ദ്രശേഖരന്റെ വിധവ കൂടിയായ രമ ചോദിച്ച ചോദ്യങ്ങൾക്ക് 5 മാസമായി ഉത്തരം തന്നിട്ടില്ല. ഇവർക്ക് കൊടുത്ത പരോളുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഞങ്ങളുടെ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ പ്രതികൾക്കും കൂടി 2000-ഓളം ദിവസം ഇവർ പരോള് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുൻപായിട്ട് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഈ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുകയാണ്. 5 സ്റ്റാർ സൗകര്യങ്ങളാണ്. ഇനി ജയിൽ റൂം എയർ കണ്ടീഷണറാക്കി മാറ്റി എയർ കണ്ടീഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. കണ്ണൂർ ചാലാട് വീട്ടുകാരെ ആക്രമിച്ച് കവർച്ചയ്ക്ക് ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശികളായ സൂര്യൻ, PV, ആനന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത്. Aster MIMS Hospital. We'll treat you well. Chala East, Kannur.